ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു shameeskitchen. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ല വൈകുന്നേരം ചായക്ക് പോകുമ്പോൾ നല്ലൊരു സ്നാക്ക് വേണമായിട്ടൊന്നും തോന്നുന്നില്ല, അങ്ങനത്തെ സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചടപടയും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ shameeskitchen ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിൽ ഓൾ മറക്കാതെ പ്രസ് ചെയ്തേക്കണം. കാരണം ആ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതിൻ്റെ പേരിലാണ്. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കടലപ്പൊടിയാണ്. കടലമാവ് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത കടലമാവ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1/2 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടലമാവ് ഒന്ന് അരിച്ച് തന്നെ ചേർത്തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കടലമാവിൽ നല്ല കട്ടകൾ ഉണ്ടാവും. അതിൻ്റെ പേരിലാണ്. കടലപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. 1/4 കപ്പ് അളവിൽ മാത്രം മതിയാവും. കൂടെ തന്നെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈരാണ്. ഒരു 1/4 കപ്പ് അളവിൽ തന്നെ തൈരും മതിയാവും. നല്ല കട്ട തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട തൈര് തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ വീട്ടിൽ തൈര് തയ്യാറാക്കി നോക്കിയിട്ടൊന്നുമില്ല. കട്ടയായിട്ട് കിട്ടാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്കുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ റവയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. റവ ഇപ്പോൾ തരിതരിയായിട്ടല്ലേ ഉള്ളത്, അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയം വരെ ഒന്ന് മാറ്റി വെക്കുന്നത്. ഞാൻ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവയും നല്ലതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഈ ഒരു സമയം ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിലെ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലെ കടുക് ചേർത്തിട്ട് നമ്മുടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ പൊട്ടിച്ച കടുക് ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയിൽ അതിൻ്റെ പകുതി മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർക്കുകയാണ്. ഈ അളവിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഒരു പകുതി ക്യാരറ്റ് മാത്രം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ തന്നെ ഒരു പകുതി തക്കാളി എടുത്തിട്ട് അതിനുള്ളിലുള്ള ആ ഒരു സീഡ്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ഫ്ലഷ് എല്ലാം ഒന്ന് മാറ്റിയിട്ടുള്ള ആ ഒരു തക്കാളിയാണ് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, ഒരേ ഒരു പച്ചമുളകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതൊന്ന് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി. ഇഞ്ചിയുടെ പേസ്റ്റ് ചേർക്കാൻ വേണ്ടി നിൽക്കരുത്, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്തേക്കണം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ചെറിയ ജീരകം കൂടി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ആ കടുക് പൊട്ടിച്ചതിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്തൊരു കാര്യമാണ്. ഇതുപോലെ ഒരു 2 പിഞ്ച് അളവിൽ മാത്രം സോഡാപ്പൊടിയും കൂടിയാണ്. സാധാരണ ബേക്കിംഗ് സോഡ നമ്മൾ അപ്പത്തിലേക്ക് ചേർക്കില്ല, അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം മതിയാവും. ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. സോഡാപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഡേറ്റ് കഴിഞ്ഞതോ കുറേ ദിവസമായതോ അതും അങ്ങനെയുള്ളത് ചേർക്കരുത്. എങ്കിൽ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അതായത് ആ പൊന്തി വരുന്നതൊന്നും നമുക്ക് അത് കറക്റ്റായിട്ട് റെഡിയാവില്ല. അതിൻ്റെ പേരിലാണ്.
അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് സമയം വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ 10 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു തവ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ പരന്ന തവ എടുക്കാൻ വേണ്ടി നിൽക്കണ്ട, മാക്സിമം കുഴിഞ്ഞ തവ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ മാത്രം എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ ഒരു മീഡിയം സൈസിലുള്ള തവയായതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ചെറുതാണെന്നുണ്ടെങ്കിൽ പകുതി അളവിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ഈവനായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം മല്ലിയില ഒന്ന് വിതറി കൊടുക്കാം. ഇതുപോലെ മല്ലിയില ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത് അതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാകും കേട്ടോ. അതായത് ഇതിനുള്ളിലേക്ക് ഇത് ചേരാതെ നമ്മൾ തിരിച്ചിട്ടിട്ട് പിന്നീട് എടുക്കുന്ന സമയത്ത് മല്ലിയില സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് പോകും. അതിൻ്റെ പേരിൽ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിത് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ലൈറ്റായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊന്ന് തിരിച്ചിടാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഹൈയിൽ വെക്കരുത്. ഹൈയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് അതിങ്ങനെ കളർ മാറിയിട്ട് പോകും, പക്ഷെ ഉള്ളു വേകാതെ കിട്ടും. അതിൻ്റെ പേരിലാണ്. ഒരു സൈഡ് ഒന്ന് വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ലതുപോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗം എല്ലാം ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. തിരിച്ചിടുന്ന സമയത്ത് സൂക്ഷിച്ചൊന്ന് തിരിച്ചിട്ടേക്കണം. കാരണം ഇത് നല്ല കനത്തിലാണ് ഉള്ളത്, അതായത് കട്ടിക്കാനുള്ളത്. അപ്പോൾ അതങ്ങനെ ഇളകി പൊടിഞ്ഞു പോകാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ടേക്കണം. മറിച്ചിട്ടതിന് ശേഷം ഇതിന് ചുറ്റിലായിട്ട് 1 ടീസ്പൂൺ അളവിൽ കൂടി ഒന്ന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സൈഡിലൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടച്ചു വെക്കണം എന്നുള്ള ആവശ്യമില്ല. ആ മറു സൈഡും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. മറു സൈഡ് ഒന്ന് വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം കൊണ്ട് ഇതിൻ്റെ മറു സൈഡ് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇനി വീണ്ടും ആ ഒരു സ്പാച്ചില കൊണ്ട് തിരിച്ചിടണം എന്നുള്ള ആവശ്യമില്ല. ഒരു പ്ലേറ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് കമഴ്ത്തി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചെടുത്താൽ മതിയാവും. നമ്മുടെ ഈ പാൻ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തെടുത്തില്ലേ. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സൈഡായിട്ടൊന്നും വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു തേങ്ങാ ചമ്മന്തിയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ കഴിക്കാം. വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ആണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.